Good morning and welcome to വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് എല്ലാ മലയാള പത്രങ്ങൾ മാത്രമല്ല ഇംഗ്ലീഷ് പത്രങ്ങളും ഒരേപോലെ ലീഡ് വാർത്തയാക്കുന്നത് ബാബറി മസ്ജിദുമായി ബന്ധിപ്പിച്ച വാർത്തയാണ്. ആ പള്ളി പൊളിക്കുന്നതിന് ഗൂഢാലോചന നടത്തിയ ആളുകളുണ്ട്. ആ ഗൂഢാലോചന ഭാഗം സത്യത്തിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുമില്ല. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറയുകയുണ്ടായി, ഇത് വിചാരണയ്ക്ക് വിധേയമാണ്, അതുകൊണ്ട് തന്നെ വിചാരണയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന്. ഇന്നലെ സുപ്രീം കോടതി അസന്നിഗ്ധമായി അതിൻ്റെ ഗൂഢാലോചന ഭാഗം വിചാരണ ചെയ്യേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചു. പള്ളി പൊളിച്ചു എന്നത് മാത്രമല്ല, പള്ളി പൊളിക്കുന്നതിന് വീണ്ടും വണ്ണം ഗൂഢാലോചന നടത്തിയാണ് ആളുകളെയും അർത്ഥത്തെയും അവിടെ എത്തിച്ചത്. ആളുകളെ എത്തിച്ചു, അർത്ഥമെത്തിച്ചു, അതുകൊണ്ടും തീർന്നില്ല. പൊളിക്കാനുള്ള സാധന സാമഗ്രികൾ എത്തിച്ചു. പള്ളിയുടെ മീനാരങ്ങളിലേക്ക് ഇരച്ചു കയറാനുള്ള ഉപകരണങ്ങൾ അവിടെ എത്തിച്ചു. ഈ നിലയ്ക്ക് സർവ്വസന്നാഹവും ഒരുക്കിയതിന് ശേഷമാണ് 1992 ഡിസംബർ 6 പള്ളി പൊളിച്ചത്. അപ്രകാരം പള്ളി പൊളിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ 1/4 നൂറ്റാണ്ട് തികയാൻ പോകുന്നു. ഒരുപക്ഷെ പുതിയൊരു തലമുറ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അവർക്ക് പൂർണ്ണമായും അറിയണമെന്നില്ല ആ പള്ളി പൊളിച്ച സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉളവാക്കിയ, ഇനി തിരുത്താൻ കഴിയാത്ത വലിയ വലിയ സംഭവഗതികളെപ്പറ്റി. ഏതായാലും 1/4 നൂറ്റാണ്ട് അടുക്കുമ്പോൾ പള്ളി പൊളിക്കലിന് നേതൃത്വം നൽകുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തുവെന്നാരോപിക്കപ്പെട്ടവർ ഇപ്പോൾ വന്ധികരായിരിക്കുന്നു. ഒരു വിചാരണ നേരിടാൻ പാകത്തിലുള്ള ആരോഗ്യപരമായ പരിഗണനകൾ പോലും അതിൽ പ്രധാനപ്പെട്ടവർക്കൊന്നും ഇല്ല. എങ്കിലും കോടതിയുടെ രീതികൾ അങ്ങനെയാണ്. അതിൻ്റെ തീരുമാനങ്ങൾ മാറ്റാവുന്നതല്ല നമ്മുടെ ക്രമസമാധാന ജീവിത പശ്ചാത്തലത്തിൽ. അങ്ങനെ വരുമ്പോൾ സുപ്രീം കോടതിയുടെ ഈ തീരുമാനം അതിൻ്റെ ഗൂഢാലോചനാ ഭാഗം വിചാരണ ചെയ്യേണ്ടതാണ് എന്നും 2 വർഷത്തിനുള്ളിൽ വിചാരണ കൃത്യമായി നടത്തി, ഒരു ദിവസവും കളയാതെ നടത്തി പൂർത്തിയാക്കേണ്ടതുമാണ് എന്ന് സുപ്രീം കോടതി, പരമപ്രധാനമായ കോടതി ഇന്നലെ തീരുമാനമെടുക്കുമ്പോൾ അത് ഏതൊക്കെ തരത്തിലുള്ള ഇമ്പാക്റ്റുകളാണ്, പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച വാർത്തയാണ് ഇന്ന് എല്ലാ പത്രങ്ങളും, മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളും ഒരുപോലെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. അത്രത്തോളം പ്രാധാന്യം ആ വാർത്തയ്ക്ക് ഉണ്ട്. ആ വാർത്തയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. കാണുക, മലയാള മനോരമ ആ വാർത്ത നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ലീഡ് വാർത്തയാക്കുന്നുണ്ട്. അദ്വാനി, ജോഷി, ഉമാഭാരതി, കല്യാൺ സിംഗ് തുടങ്ങിയ പ്രമുഖരാണ് ഇപ്പോൾ ഗൂഢാലോചനയ്ക്ക് വിധേയരാക്കപ്പെടേണ്ട ആളുകൾ. അതിൽ 2 പേർ അധികാരത്തിലാണ് ഇരിക്കുന്നത്. ഉമാഭാരതി കേന്ദ്ര മന്ത്രിസഭാ അംഗമാണ്. കല്യാൺ സിംഗ് ആകട്ടെ രാജസ്ഥാനിൽ ഗവർണറുമാണ്. ബാക്കി 2 ആളുകൾ സത്യത്തിൽ വളരെ പ്രായം ചെന്ന ആളുകളാണ്. ഒരു വിചാരണ നേരിടാൻ പാകത്തിലുള്ള അവസ്ഥയല്ല അവർക്ക്. എങ്കിലും അതൊന്നും ഒരു ഒഴിവുകഴിവായി കോടതി സ്വീകരിക്കാറുമില്ല. അങ്ങനെ വരുമ്പോൾ വൈകി വന്ന നീതി എന്ന നിലയ്ക്കാണ് പല നേതാക്കളും ഇതിനെ വിലയിരുത്തിയിട്ടുള്ളത്. നോക്കുക, മലയാള മനോരമ ആ വാർത്ത അവതരിപ്പിക്കുന്നു ലീഡ് വാർത്തയായി. ബാബറി മസ്ജിദ്, അദ്വാനി, ജോഷി, കല്യാൺ സിംഗ്, ഉമാഭാരതി, വിനയ് കത്യാർ ഉൾപ്പെടെ 15 പേർക്കെതിരെ ഗൂഢാലോചന കുറ്റം. കേസുകൾ ലക്നൌവിലെ പ്രത്യേക കോടതി പരിഗണിക്കും. വിധി 2 വർഷത്തിനകം തന്നെ ഉണ്ടാകണം എന്ന് സുപ്രീം കോടതി പ്രത്യേകിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. കാരണം വളരെ ഗൗരവതരമായ ഈ കേസ് അങ്ങേയറ്റം ഉദാസീനമായാണ് CBI നടത്തിയത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. CBI തന്നെയാണ് പല കാരണങ്ങളാൽ ഈ വിചാരണ വൈകിപ്പിച്ച് 1/4 നൂറ്റാണ്ടിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് നമുക്കറിയാം. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് മനോരമ തരുന്നത്. ജോമി തോമസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബാബറി മസ്ജിദ്
തകർത്തത് സംബന്ധിച്ച കേസിൽ മുതിർന്ന BJP നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, രാജസ്ഥാൻ ഗവർണർ കല്യാൺ സിംഗ്, കേന്ദ്രമന്ത്രി ഉമാ ഭാരതി എന്നിവരുൾപ്പെടെ 15 പേർക്കെതിരെ ഗൂഢാലോചന കുറ്റം പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേസുകളെല്ലാം ലക്നൌവിലെ പ്രത്യേക കോടതി പരിഗണിച്ച് 2 വർഷത്തിനുള്ളിൽ വിധി പറയണം. ഏകദേശം 25 വർഷം മുൻപ് ഇന്ത്യൻ ഭരണഘടനയുടെ മതനിരപേക്ഷ സ്വഭാവത്തെ പിടിച്ചുലച്ച കുറ്റങ്ങൾ ചെയ്തു എന്നാണ് ആരോപിക്കപ്പെടുന്ന കാര്യം. പള്ളി പൊളിച്ചത് കുറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ കുറ്റത്തിൻ്റെ ഗൂഢാലോചന നടത്തിയവർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി വിലയിരുത്തുമ്പോൾ വിധി വൈപരീത്യമെന്ന് പറയട്ടെ, പള്ളി പൊളിച്ചത് എന്തുകൊണ്ടും ഒരു ഉചിതമായ നടപടിയാണ്, നല്ല കാര്യമാണ് എന്ന് വിചാരിക്കുന്നവർ ഇന്ത്യയിലെ അധികാര കേന്ദ്രത്തിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. 25 വർഷം കഴിഞ്ഞപ്പോൾ ധാരാളം വെള്ളം പാലത്തിനടിയിലൂടെ ഒഴുകിപ്പോയിരിക്കുന്നു. ആ നിലയ്ക്ക് താരതമ്യേന ഒരു ചെറിയ പാർട്ടിയായിരുന്ന BJP അധികാരത്തിലേക്ക് ഉയരാൻ പാകത്തിലുള്ള വലിയ ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരം ഒരു ഭാവപ്പകർച്ച ആ പാർട്ടിക്ക് പകർന്നു നൽകിയതിൽ പ്രഥമ ഗണനീയമായ പങ്ക് വഹിച്ചത് LK അദ്വാനിയാണ്. 1992 ഈ പള്ളി തകർക്കൽ പദ്ധതിക്ക് മുമ്പ് തന്നെ അദ്ദേഹം നടത്തിയ ഒരു രഥയാത്രയുണ്ട്. ആ രഥയാത്ര ചോരപ്പുഴകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് സഞ്ചരിച്ചത് എന്ന് ചരിത്രം പറയുന്നു. ആ സഞ്ചാരമാണ്, ആ ചോരപ്പുഴ സഞ്ചാരമാണ് സത്യത്തിൽ BJPയെ ഇന്ത്യയിൽ പടുത്തുയർത്തിയത് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ന്യൂനപക്ഷത്തിൻ്റെ ചോര വീണ മണ്ണിലാണ് BJP പടർന്ന് പന്തലിച്ചത് എന്നത് മറ്റൊരു കാര്യം. അങ്ങനെ വരുമ്പോൾ അത്തരം ഒരു സാഹചര്യ മാറ്റം സൃഷ്ടിച്ചയാളിനായിരിക്കണമല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണവും കിട്ടാൻ. അതാണ് ചരിത്രത്തിൻ്റെ ഒരു കളി. ഇതിനൊക്കെ നിദാനമായ കാരണമായി നിന്ന LK അദ്വാനി അധികാരത്തിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് എത്തിയില്ല. അതിൻ്റെ മഹത്വങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചില്ല. അതിൻ്റെ ഗുണങ്ങളൊന്നും അനുഭവിക്കാൻ ആ വന്ധ്യവയോധികന് വിധിയുണ്ടായില്ല. ദൈവം അതിന് അനുവദിച്ചില്ല എന്ന് വേണം കരുതാൻ. കാരണം 1992 സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ എന്തിന് ഗുജറാത്ത് രാഷ്ട്രീയത്തിലോ പോലും യാതൊരു പ്രാമാണികതയും ഇല്ലാതിരുന്ന നന്നേ ചെറുപ്പക്കാരനായിരുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തിനാണ് അതിൻ്റെ ഗുണം കൊയ്യാനുള്ള അവസരം ലഭിച്ചത്. എങ്ങുമില്ലാതിരുന്നയാൾ അതിൻ്റെ പൂർണ്ണ ഗുണം കൊയ്തു കൊണ്ടുപോകുന്നു. തൂണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുന്നു എന്ന നിലയ്ക്കാണ് ആ കാര്യങ്ങളുടെ ഗതിവിഗതികൾ സംഭവിച്ചത്. അദ്വാനി വിസ്മൃതനായി തീരുകയും ചെയ്തിരിക്കുന്നു. 25 വർഷത്തിന് ശേഷം ആ കേസ് വിചാരണക്കെടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ ആലോചിച്ചു പോകും. ചരിത്രത്തിൻ്റെ ഗതി ഏതൊക്കെ നിലവാരത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നോർത്ത് അത്ഭുതം കൂറുകയും ചെയ്യും നാം ഈ വാർത്തയിലൂടെ കടന്നു പോകുമ്പോൾ. ഇപ്പോൾ ഇത്രയും നാളിന് ശേഷം ഈ കേസിൽ CBI നിർബന്ധപൂർവം ഗൂഢാലോചനാ ഭാഗത്തിൽ വിചാരണ വേണം എന്ന് തീരുമാനിച്ചതിന് എന്തായിരിക്കാം കാരണം? നരേന്ദ്രമോദിയുടെ മൂക്കിന് കീഴിൽ നിൽക്കുന്ന ആജ്ഞാനുവർത്തികളുടെ സംഘമാണ് CBI. കൂട്ടിലടച്ച തത്തയാണ് CBI. എന്നിട്ടും നരേന്ദ്രമോദിയുടെ താല്പര്യങ്ങളൊന്നും പരിഗണിക്കാതെയാണോ ഇത്തരം ഒരു നിലപാടിലേക്ക് നിർബന്ധമായും വിചാരണ വേണം എന്ന നിലപാടിലേക്ക് CBI നീങ്ങിയത്? അതേ സംബന്ധിച്ചും കൗതുകകരമായ ഒരു നിരീക്ഷണം ബീഹാറിലെ ലാലു പ്രസാദ് യാദവ് നടത്തിയിരിക്കുന്നു. അത് വള്ളിപുള്ളി വിസർഗം വിടാതെ മലയാള മനോരമ അതിൻ്റെ വർത്തമാനം പുറത്ത് തന്നിരിക്കുകയും ചെയ്യുന്നു. കാണുക. അദ്വാനിയെ ഒഴിവാക്കാൻ മോദിയുടെ തന്ത്രം. ഇങ്ങനെയാണ് പലപ്പോഴും ദുരന്തങ്ങൾ ചരിത്രത്തിൽ സംഭവിക്കുക. ഇപ്പോൾ അദ്വാനിയെ ഒഴിവാക്കാൻ മോദി തന്നെ ആഗ്രഹിക്കുന്നു. കാരണം പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്വാനി ആഗ്രഹിക്കുന്നു എന്നും അദ്വാനി മാത്രമല്ല മുരളി മനോഹർ ജോഷി ആഗ്രഹിക്കുന്നു എന്നും വാർത്തയുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രി പദങ്ങളിലേക്ക്
എത്തിച്ചേരാൻ ഈ വന്ധ്യവയോധികർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതനുവദിക്കാതിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധിക്കുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം തന്നെ ഗൂഢാലോചനാപരമായി ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഈ കേസ് എന്നുകൂടി ലാലു പ്രസാദ് പറയുമ്പോൾ കാണുക ഏതൊക്കെ തരത്തിലുള്ള ശത്രുവികാരമാണ് മനുഷ്യർ ഉള്ളിൽ സൂക്ഷിക്കുന്നത്. അവസരം കിട്ടുമ്പോൾ വെട്ടിവീഴ്ത്താൻ ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് രാഷ്ട്രീയ പുരയുടെ അന്തർഗതങ്ങളിൽ ഉറങ്ങി ഇപ്പോഴും കിടക്കുന്നത് എന്നോർത്ത് നാം അത്ഭുതപ്പെട്ടു പോകും. അദ്വാനിയെ ഒഴിവാക്കാൻ മോദിയുടെ തന്ത്രം ലാലു പ്രസാദ് വിശദീകരിക്കുന്നത് ഇപ്രകാരം: ബാബറി മസ്ജിദ് തകർത്ത കേസിലെ സുപ്രീം കോടതി ഉത്തരവ് രാഷ്ട്രപതി സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്ന് LK അദ്വാനിയെ ഒഴിവാക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദഗ്ധമായി പദ്ധതിയിട്ട രാഷ്ട്രീയ കളിയാണ് എന്ന് RJD മേധാവി ലാലു പ്രസാദ് യാദവ് ആരോപിച്ചു. CBI പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാധീനത്തിലാണ്. അത് സുപ്രീം കോടതിയിൽ ഹാജരായി അദ്വാനി അടക്കമുള്ള നേതാക്കൾക്കെതിരെയുള്ള കേസിൽ വിചാരണ നടത്താൻ അനുമതി തേടി. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളവരുടെ കൂടെ അദ്വാനിയുടെ പേരുമുള്ളതിനാൽ വിദഗ്ധമായി പദ്ധതിയിട്ട രാഷ്ട്രീയ കളിയിലൂടെ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പേര് വെട്ടി നീക്കി എന്നുകൂടി ലാലു പ്രസാദ് പറയുമ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി ഒരു വിചാരണ കോടതിയുടെ കൂട്ടിൽ നിൽക്കേണ്ടി വരുന്നു അദ്വാനി എന്ന ഏറ്റവും ഉന്നതനായ നേതാവ്. അതിന് കാരണക്കാരനാകട്ടെ അദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയത്തിൽ വളർത്തിക്കൊണ്ടുവന്ന നന്നേ ചെറുപ്പത്തിൽ തന്നെ എല്ലാ തരത്തിലുള്ള പരിശീലനവും നൽകി വളർത്തിക്കൊണ്ടുവന്ന ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് എന്ന നിലയ്ക്കാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് 25 വർഷങ്ങൾ ചരിത്രത്തിൽ വലിയൊരു കാലമൊന്നുമല്ല. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ അത് വലിയൊരു കാര്യമാണ്. ആ 25 വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ പ്രതികാരത്തിൻ്റെ സന്ദേശവുമായി ആ കേസ് വീണ്ടും ഉണർന്നെണീക്കുന്നു. അത് ഉളവാക്കാവുന്ന ഭാവപകർച്ചകൾ എന്തൊക്കെ, അത് BJPക്കുള്ളിൽ തന്നെ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുകയും ഇല്ല. ബന്ധു നിയമനം എന്ന ഒരു വാക്ക് കുറച്ച് നാളായി കേരള രാഷ്ട്രീയത്തെ ഗ്രസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബന്ധു നിയമനവുമായി ബന്ധിപ്പിച്ച് ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടിയും വന്നിട്ടുണ്ട്. CPMൻ്റെ രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് അതുമായി നടപടി നേരിടേണ്ടി വരുന്നു. ബന്ധു നിയമനം ജയരാജനും ശ്രീമതിക്കുമെതിരെ പാർട്ടി നടപടി വന്നിരിക്കുന്നു. പരസ്യ ശാസനയാണ് നടപടി. മാതൃഭൂമിയുടെ 1-ാം പുറം ആ വാർത്ത പ്രാധാന്യത്തോടെ തരുന്നു. ജയരാജനും ശ്രീമതിക്കും താക്കീത്. ഇരുവരും ഖേദം പ്രകടിപ്പിച്ചു. മന്ത്രിയായിരിക്കെ വ്യവസായ വകുപ്പിൽ നടത്തിയ ബന്ധു നിയമന പ്രശ്നത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ്റെയും PK ശ്രീമതി MPയുടെയും പേരിൽ CPM അച്ചടക്ക നടപടിയെടുത്തു. ഇരുവരെയും താക്കീത് ചെയ്യാൻ ബുധനാഴ്ച സമാപിച്ച കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചു. നിയമനത്തിൽ ജാഗ്രതക്കുറവുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടും ജയരാജനും ശ്രീമതിയും നൽകിയ വിശദീകരണവും കണക്കിലെടുത്താണ് ഇക്കാര്യത്തിൽ നടപടി വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇക്കാര്യത്തിൽ ആദ്യം തന്നെ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് EP ജയരാജൻ ശിക്ഷിക്കപ്പെട്ടു എന്നത് നമുക്കറിയാം. അതുകൊണ്ടും തീർന്നില്ല, കേസ് കോടതിയിലാണ്. കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. എപ്രകാരമാണ് സുധീർ നമ്പ്യാർ EP ജയരാജൻ്റെ രക്തബന്ധുവാകുന്നത്? ബന്ധു നിയമനമെന്ന് പറയുമ്പോൾ രക്തബന്ധുക്കളെയാണ് ബന്ധുക്കളെന്ന് വ്യവഹരിക്കാൻ കഴിയുക. അങ്ങനെ വരുമ്പോൾ ബന്ധു നിയമനം എന്ന നിലപാട് നിലനിൽക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, സുധീർ നമ്പ്യാർ ഈ ജോലി ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ ശമ്പളം പറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം വെള്ളത്തിലായി. ഈ 2 കാരണങ്ങളാൽ കേസ് നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്ന സമയത്താണ് ഹൈക്കോടതിയുടെ ഇത്തരമൊരു നിലപാട് വന്നാൽ തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ പറ്റുന്ന അവസ്ഥ EP ജയരാജനുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ഒരു നിലപാടെടുത്ത് അഴിമതിക്കാരെ വീണ്ടും പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്. എന്തിന്, കോടതി നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടാൽ പോലും രാജിവെക്കാതെ കസേരയിൽ കടിച്ച് തൂങ്ങുന്ന KM മാണിയെ പോലെയുള്ള നേതാക്കളാണ് കേരള രാഷ്ട്രീയത്തിലുള്ളത്. അവരുടെയൊക്കെ ഇടയിൽ ഇതാ ഈ പാർട്ടി മാത്രം ഹൈക്കോടതി എന്ത് നിലപാട് വേണമെങ്കിലും എടുത്തുകൊള്ളട്ടെ, എങ്കിലും ധാർമ്മികമായി കോടതികൾ പരിഗണിക്കേണ്ട കാര്യമല്ലാതെ ധാർമ്മികമായി ഈ ചെയ്തി ശരിയല്ല എന്ന നിലപാടെടുത്തുകൊണ്ട് പാർട്ടി നടപടി സ്വീകരിക്കുന്നു.
ഒരുപക്ഷെ കേരളത്തിൽ CPM-ന് മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന, അങ്ങനെ മാത്രം തെളിയിക്കപ്പെട്ടിട്ടുള്ള മാതൃകാപരമായ ഒരു നടപടി തന്നെയാണ് ഇത്. കൊടിവെച്ച കാറ് എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. ചുവന്നതും പച്ചയുമായ വെളിച്ചം മകുടം ചാർത്തുന്ന കാറ്, അത് അധികാരത്തിൻ്റെ ചിഹ്നമാണ്. കൊടിവെച്ച കാറും അധികാരത്തിൻ്റെ ചിഹ്നമാണ്. ഈ ചിഹ്നം ആ കാറിൽ വരുന്നവരുടെ അധികാരത്തെയും അപ്രമാദിത്വത്തെയൊക്കെ വെളിവാക്കുന്നു. പലപ്പോഴും റോഡിലൂടെ നടക്കുമ്പോൾ നാം ഈ രംഗങ്ങളൊക്കെ കാണാറുണ്ട്. കോമാളികൾ പാഞ്ഞ് കീഞ്ഞ് സഞ്ചരിക്കുന്ന രംഗങ്ങൾ നാം പലപ്പോഴും കാണാറുമുണ്ട്. അതൊക്കെ അധികാരത്തിൻ്റെ ഒരു പ്രമാദം എന്നതിൽ കവിഞ്ഞ് സാധാരണക്കാർ വിലയിരുത്തുകയുമില്ല. ഏതായാലും ആ അധികാരയാത്ര നിലയ്ക്കുന്നു എന്നാണ് ഇന്ന് പത്രലോകം തരുന്ന വാർത്തകൾ നമ്മോട് പറയുന്നത്. കേന്ദ്രമന്ത്രിസഭ ഇന്നലെ യോഗം കൂടി ഇത്തരം കാറിൽ വയ്ക്കുന്ന ബീക്കൺ ലൈറ്റുകൾ മാറ്റിക്കളയുക എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അധികാരത്തിൻ്റെ ഒരു ചിഹ്നം ചരിത്രത്തിൽ, ഇന്ത്യൻ ചരിത്രത്തിൽ അസ്തമിക്കുന്നു. ഇന്നലെ കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനത്തിന് ശേഷം മംഗളം എന്ന പത്രം ആ വാർത്ത ഒന്നാം പേജിൽ തന്നെ പ്രാധാന്യത്തോടെ തരുന്നു. കാണുക, ചുവപ്പ് ലൈറ്റിൻ്റെ പ്രൗഢി വേണ്ട എന്നാണ് അതിന് നൽകിയിരിക്കുന്ന ശീർഷകം. വാർത്ത ഇങ്ങനെ: വിശിഷ്ട വ്യക്തികൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ചുവന്ന ബീക്കൺ ലൈറ്റുകൾ പാടില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. നിരോധനം മെയ് 1 പ്രാബല്യത്തിൽ വരും. VIP സംസ്കാരത്തിൻ്റെ ഭാഗമായ ചുവപ്പ് ലൈറ്റ് ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല എന്നാണ് വിശദീകരണം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ലോക്സഭാ സ്പീക്കർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ എന്നിവർക്കെല്ലാം അപ്പാടെ ബാധകമായിരിക്കും ഈ അധികാരത്തിൻ്റെ ചിഹ്നം ഉള്ള പ്രമാദ യാത്രകൾ എന്നാണ് ഈ തീരുമാനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പരാതി പറഞ്ഞ ആ BSFകാരനെ BSF പിരിച്ചുവിട്ടിരിക്കുന്നു. ആ വാർത്തയും ഇന്ന് പത്രങ്ങൾ തരുന്നു. ഞങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം തരുന്നില്ല. കാലാവസ്ഥ കൊടിയ എതിർ കാലാവസ്ഥയിലും ഞങ്ങൾ രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കുമ്പോൾ അത്യാവശ്യം ഭക്ഷണം പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് സമൂഹ മാധ്യമത്തിലൂടെ പരാതിപ്പെട്ട ആ പഴയ BSF ജവാനെ സർക്കാർ പിരിച്ചുവിട്ടു. സൈന്യം പിരിച്ചുവിട്ട ജവാൻ കോടതിയിലൂടെ അദ്ദേഹത്തിൻ്റെ പരാതിക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വാർത്ത ഇന്ന് പത്രലോകം തരുന്നു. മാധ്യമം അത് ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാക്കി മാറ്റിയിരിക്കുന്നു. സൈന്യത്തിലെ മോശം ഭക്ഷണത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ BSF ജവാനെ പിരിച്ചുവിട്ടു എന്ന ശീർഷകത്തിലാണ് മാധ്യമം ആ വാർത്ത തരുന്നത്. വാർത്ത ഇങ്ങനെ: അതിർത്തി കാക്കുന്ന സൈനികർക്ക് മോശം ഭക്ഷണമാണ് വിളമ്പുന്നത് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെ അറിയിച്ച BSF ജവാനെ പിരിച്ചുവിട്ടു. കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തേജ് ബഹാദൂർ യാദവിനെയാണ് സൈനിക കോടതിയിലെ വിചാരണയ്ക്ക് ശേഷം പിരിച്ചുവിട്ടത്. പിരിഞ്ഞു പോകാൻ സന്നദ്ധത കാണിച്ചയാളാണ് ഇദ്ദേഹം. പക്ഷേ പിരിച്ചുവിടുന്നത് വഴി സൈന്യത്തിന് ഒരു പ്രതികാരം ചെയ്തു എന്ന ഒരു പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന സമാധാനം അവർക്ക് കിട്ടും. കോടതിയെ സമീപിക്കാൻ പോകുന്നു സൈനികൻ. നോട്ട് റദ്ദാക്കലിനെതിരെ ഗൗരവതരമായ ഒരു ദേശീയ പ്രക്ഷോഭമൊന്നും ദേശീയ പാർട്ടികൾക്ക് ഇന്ത്യയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. കോൺഗ്രസ് മുതൽ ഇങ്ങോട്ടെടുത്താൽ ഗൗരവതരമായ ഒരു ഐക്യാധിഷ്ഠിത പ്രക്ഷോഭമൊന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ UPയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിനൊക്കെ കാരണം അതാണ് എന്നാണ് വിശദീകരണം. ഇപ്പോൾ നോക്കുക, ദേശാഭിമാനിയുടെ ഒന്നാം പുറം തരുന്ന ആദ്യ വാർത്ത: കേന്ദ്ര നയങ്ങൾക്കെതിരെ CPIM പ്രക്ഷോഭം നടത്തുന്നു. ജനജീവിതം ദുരിതപൂർണമാക്കുന്ന മോഡി സർക്കാർ നയങ്ങൾക്കെതിരെ മെയ് മാസം 2ാം പകുതിയിൽ രാജ്യവ്യാപകമായി പ്രചാരണ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചു. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കും എന്ന് പറയുമ്പോഴും ഗൗരവതരമായൊരു പ്രത്യാഘാതമുണ്ടാക്കാൻ CPM-ന് കഴിയില്ല. പക്ഷേ മറ്റു പാർട്ടികളുമായി സംഘം ചേർന്ന് ഒരുപക്ഷെ വരുന്ന ആളുകളിൽ CPM-ന് അത്തരം പ്രക്ഷോഭത്തിൻ്റെ പാത തുറന്നെടുക്കാൻ കഴിഞ്ഞെന്ന് വരും. അതിലേക്ക് വെളിച്ചം വീശുന്ന മറ്റൊരു വാർത്ത കൂടി ദേശാഭിമാനി ഒന്നാം പുറത്ത് തരുന്നു. കോടിയേരിയും സംബന്ധിച്ചു. ഡൽഹിയിൽ പിണറായി കേജ്രിവാൾ കൂടിക്കാഴ്ച. പ്രക്ഷോഭകരായ ആളുകളുടെ കൂടിക്കാഴ്ച എന്ന നിലയ്ക്ക് അതിന് പ്രത്യേക പ്രാധാന്യവുമുണ്ട്.
എല്ലാ പത്രങ്ങളും അത് തന്നിട്ടുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കേരള ഹൗസിൽ സന്ദർശിച്ചു. സൗഹൃദ കൂടിക്കാഴ്ചയായിരുന്നു എന്നും രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്തു എന്നും കേജ്രിവാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ചർച്ചയ്ക്ക് ശേഷം ഇരു മുഖ്യമന്ത്രിമാരും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു എന്നുകൂടി ഈ വാർത്ത നമ്മോട് പറയുന്നുണ്ട്. അമേരിക്കയിലേക്ക് ജോബ് വിസ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെ നിരാശരാക്കുന്ന പുതിയ നിയമത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചു. ആ വാർത്തയാണ് ഇന്ന് അന്തർദേശീയം പേജിൽ ദീപിക എന്ന പത്രം നമുക്ക് തരുന്നത്. വാർത്ത കാണുക. അമേരിക്കയിലേക്ക് ജോലിക്കാരായി ആളുകളെ പ്രവേശിക്കാൻ അനുവദിക്കുന്ന H1B വിസ നൽകുന്ന രീതിയും അതിൻ്റെ വ്യവസ്ഥകളും പൊളിച്ചെഴുതും. അതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഒപ്പുവെച്ചു എന്ന വാർത്തയാണ് പത്രലോകം നമുക്ക് ഇന്ന് തരുന്നത്. മദ്യപാനികളിൽ നിന്ന് വലിയ പണം സർക്കാരിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച യാതൊരു അന്തസ്സും അവർക്ക് നൽകുന്നുമില്ല. ഒടുവിൽ ഗതികെട്ട് മദ്യപാനികൾ അവരുടെ ജനാധിപത്യത്തിന് വേണ്ടി സംഘടിക്കുന്ന വാർത്തയാണ് ഇന്ന് കേരള കൗമുദി അവസാന പുറത്ത് തരുന്നത്. സർവ്വരാജ്യ കുടിയന്മാരെ സംഘടിക്കുവിൻ എന്ന ശീർഷകത്തിൽ OC മോഹൻരാജ് അത് തരുന്നത് കാണുക. ആത്മരോഷം ഇനി അടക്കം പറഞ്ഞു തീർക്കേണ്ടതില്ല. മദ്യപന്മാരുടെ ന്യായമായ അവകാശങ്ങൾ പിടിച്ചുപറ്റാൻ ഈ സംഘടന കീഴിൽ അണിചേർന്ന് പൊരുതാം. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ മദ്യവിൽപ്പന പാടില്ലെന്ന കോടതി വിധിയോടെ വഴിയാധാരമായ മദ്യപാനികളുടെ ശബ്ദം നാടെങ്ങും പടർത്തുക എന്ന ലക്ഷ്യത്തോടെ സമാന ഹൃദയർ ഇന്ന് പയ്യന്നൂരിൽ ഒത്തുകൂടുകയാണ്. വൈകിട്ട് 4-ന് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ ഷേണായി സ്ക്വയറിലാണ് കൂട്ടായ്മ. മദ്യ ഉപഭോക്താക്കളും മനുഷ്യാവകാശങ്ങളും എന്ന വിഷയത്തിൽ ഒരുക്കുന്ന സെമിനാറിൽ മധു നായർ ന്യൂയോർക്ക്, KN ഷാജി, സാദിർ ഷാ തുടങ്ങിയവർ പങ്കെടുക്കും എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ആനയ്ക്ക് കുളിക്കാൻ ചെറിയ സൗകര്യങ്ങൾ പോരാ, അതിന് ആറ് തന്നെ വേണം. എന്നാൽ ആറുകൾ വറ്റി വരളുന്ന ഈ സമയത്ത്, ഈ കാലത്ത് എന്തു ചെയ്യും? ഈ ചിത്രം കാണുക. ഇത് വരണ്ടുണങ്ങിയ നെയ്യാർ ആണ് നാം കാണുന്നത്. അതിലൂടെ ആനക്കുളിക്ക് വെള്ളം തേടിപ്പോകുന്ന ആനക്കാരൻ്റെയും ആനയുടെയും ചിത്രം G പ്രമോദ് പകർത്തി ദേശാഭിമാനിയുടെ 1-ാം പുറം തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.